ഹായ് ഹലോ, ഞങ്ങളിപ്പോ ഒരു സ്ഥലത്ത് ഫുഡ് കഴിക്കാൻ വന്നു. ഇന്ന് ഹാലോവിൻ അല്ല, പക്ഷെ ഹാലോവിൻ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് ഇരിക്കുന്നത്. ഡേ കെയർ കാണിക്കണ്ടോ? നൈസ് 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 നൈസ്. അപ്പൊ നമ്മള് എവിടെയാ പോണെന്ന് അറിയോ? എവിടെയാ പോണ്? ഡിന്നർ. എന്തിനാ പോണേന്ന് അറിയോ? 10K subscribers. Party time. ഏത് ചെറിയ അച്ചീവ്മെന്റും നമ്മള് മൈൽ സ്റ്റോണും നമ്മൾ ആഘോഷിക്കണ്ടേ അല്ലേ? അത് കാരണം നമ്മളൊരു ഡിന്നറിൽ ഒതുക്കാന്ന് വിചാരിച്ചു. നമുക്ക് ആദ്യമായിട്ടാണ് ഈ ഒരു റെസ്റ്റോറന്റിൽ പോകുന്നത്. ഇതാ സാംബ്ലീസ് സ്റ്റേക്ക്. അങ്ങനെ ഞങ്ങൾ സ്റ്റേക്ക് കഴിക്കാനാണ് വന്നിരിക്കുന്നത്. ഏട്ടൻ തന്നെയാണ് പറഞ്ഞത് വാ നമുക്ക് സ്റ്റേക്ക് കഴിക്കാമെന്ന്. കാരണം ആൾക്ക് അറിയാം എനിക്ക് സ്റ്റേക്ക് കുറേ ഇഷ്ടമാണെന്ന്. സോ 10K ആയി എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഏട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാ നമുക്ക് സ്റ്റേക്ക് കഴിക്കാൻ പോവാന്ന്. പക്ഷേ എനിക്കിപ്പോൾ അടുത്താണ് കേട്ടോ സ്റ്റേക്കിനോടൊക്കെ ഒരു ഇഷ്ടം വന്ന് തുടങ്ങിയത്. അല്ലെങ്കിൽ എനിക്കൊരു ഒരു പച്ച ടേസ്റ്റൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെയാണ് സുഷിയും ഭയങ്കര ഇഷ്ടമാണ്. ആദ്യമൊക്കെ കഴിച്ചപ്പം ഏട്ടന് ആദ്യം മുതലേ കഴിച്ച് അങ്ങനെ ശീലമുണ്ട്. എനിക്കങ്ങനെ ശീലം ഉണ്ടായിരുന്നില്ല. അത് കാരണം തന്നെ ഒട്ടും ഇഷ്ടമായിരുന്നില്ല സൂഷി. പക്ഷെ ഇപ്പോഴും എൻ്റെ ഫേവറേറ്റാണ്. അതേപോലെ തന്നെ സ്റ്റേക്കും അത്രയും ഫേവറേറ്റാണ്. ഞങ്ങൾ 4 പേരും ഇത് വെറും വെള്ളമാണ് ചിയേഴ്സ് പറഞ്ഞിട്ടാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാറ്. അതിനൊരു എനർജി ഉണ്ട് 4 പേരും കൂടെ ചിയേഴ്സ് പറയുന്നതിന്. അങ്ങനെ ഞങ്ങളുടെ ഡ്രിങ്കൊക്കെ വന്നു. ജിഞ്ചറിൽ മാത്രം. അങ്ങനെ ഞങ്ങളുടെ എല്ലാവരുടെയും ഫുഡ് എത്തി. ഞാൻ പെട്ടെന്ന് തന്നെ ടേസ്റ്റ് ചെയ്തു. പക്ഷേ ഒരു അബദ്ധമായി പോയി ഞാൻ ആ ടേസ്റ്റ് ചെയ്തത്. കാരണം അത് ഹോസ്റ്റ് റാഡിഷ് ആയിരുന്നു. എനിക്ക് ഇഷ്ടമേ അല്ല അതിൻ്റെ ടേസ്റ്റ്. ഞാൻ അറിഞ്ഞില്ല അത് റാഡിഷ് ആണ് എന്നുള്ള കാര്യം. അതുകൊണ്ട് എൻ്റെ മൂഡ് പോയി എന്നുള്ളതാണ് സത്യം. ക്രിസിന് ലസാനിയും തുങ്കുവിന് ഫിഷ് ആൻഡ് ചിപ്സും ഏട്ടനും സ്റ്റേക്ക് തന്നെയായിരുന്നു. ആക്ച്വലി അത് മാറിപ്പോയതാണ്. ഏട്ടൻ്റെത് എനിക്കും എൻ്റെത് ഏട്ടനുമാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. സോ ഏട്ടനാണ് റാഡിഷൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ വൺസ് ഞാൻ സ്റ്റേക്ക് കഴിച്ചു തുടങ്ങിയപ്പോൾ എൻ്റെ മൂഡൊക്കെ ശരിയായി. അടിപൊളി സ്റ്റേക്കായിരുന്നു. പക്ഷേ അത് ഞാൻ തിന്നാനായിട്ട് കുറച്ച് സമയം എടുത്തു. കാരണം എൻ്റെ 2 മക്കളും അത് ടേസ്റ്റ് ചെയ്ത് വന്ന് പിന്നെ ഞാൻ ടേസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ടൈമായി കുറച്ച് കഴിഞ്ഞു. കാരണം ക്രിസിന് മാഷ് പൊട്ടേറ്റോയും തുങ്കുവിന് സ്റ്റേക്കും ഒക്കെ കഴിച്ച് വന്നപ്പോഴത്തേക്ക്. പക്ഷേ അടിപൊളിയായിരുന്നു അവിടുത്തെ സ്റ്റേക്ക്. ലഡൂക്കിലെ വൺ ഓഫ് ദ ബെസ്റ്റ് സ്റ്റേക്ക് എന്ന് വേണമെങ്കിൽ പറയാം. സൂപ്പർബായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ പ്ലേറ്റൊക്കെ കാലിയായി. പക്ഷേ വി ഹാഡ് എ വെരി ഗുഡ് ഡിന്നർ. 10K അടിച്ചതിൻ്റെ പാർട്ടി അടിപൊളിയായി. ഞങ്ങൾ അടിച്ചു പൊളിച്ചു.